ചില ഉടുപ്പ് അങ്ങനെയാണല്ലേ, നമ്മൾ അലമാര വെച്ചേക്കുമ്പോൾ അതിന്റെ ഭംഗി നമുക്കറിയത്തില്ല. അത് പിന്നെ ഇഷ്ടപ്പെടാതെ എടുത്ത് വീട്ടിൽ ഇടുമ്പോഴായിരിക്കും ഇത് ഇടണ്ടായിരുന്നു, വീട്ടിൽ നല്ല രസമുള്ള ഉടുപ്പായിരുന്നു, പുറത്തിടാൻ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നത്. ചില മനുഷ്യരങ്ങനെയാണല്ലേ, ദൂരെ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഭംഗി മനസ്സിലാവത്തില്ല, പക്ഷെ അവരടുക്കുമ്പോഴായിരിക്കും അവരുടെ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. കുറെ നാൾ ഒരിടത്തും പോകാതെ കുത്തിയിരിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ഫിലോസഫി എന്റെ മനസ്സിൽ വരും. പക്ഷെ എൻ്റെ വീട്ടുകാർ അതിനെ വട്ടെന്ന് പറയും. അങ്ങനെ ഞാൻ എൻ്റെ ഏകാന്തതയെ മറികടക്കാനായിട്ട് കുറച്ച് ഡ്രോയിങ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഹെയർ കെയറിലോട്ട് കിടക്കുകയാണ്. ഇതുപോലെ കറുത്ത നീളമുള്ള കാർക്കൂന്തലുകൾ നിങ്ങൾക്ക് വേണോ? എന്നാൽ ഉപയോഗിക്കൂ ഭൂമിക വേദിക്സ്. ഇത് എന്റേതല്ല, എൻ്റെ ചേച്ചിയുടെ. കണ്ടാ എന്നെ അടിച്ചു കൊല്ലും. ഇപ്പൊ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടില്ലേ? ഭയങ്കര പൈസ, ഇതൊക്കെ അവള് മേടിച്ച് തേക്കത്തുള്ളൂ. അങ്ങനെ പൈസ വിചാരിച്ച് നിങ്ങൾ എടുക്കാതിരിക്കരുത്. നിങ്ങളുടെ സിബ്ലിങ്സ് എന്ത് മേടിക്കുന്നോ അതെടുക്കണം. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇരിപ്പ് വശം. എന്നിട്ട് അത് നന്നായിട്ട് എടുത്ത് തേച്ച് പിടിപ്പിച്ച് തല ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലത്തെ മുടി കിട്ടും നിങ്ങൾക്ക്. ഞാൻ പുതിയൊരു ഡ്രാമ കാണുന്നുണ്ട്, വണ്ടർഫുൾസ് എന്ന് പറയുന്നത്. എവിടേക്കോ സ്ട്രേഞ്ചർ തിങ്സ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഇനി കുറച്ച് പ്രകൃതി സ്നേഹം ആവാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതോടെ ടാറ്റാ.